പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ചില നുണകൾ നിങ്ങളുടെ മുന്നിലേക്ക് പൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് അത് പറയേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഒന്ന് രണ്ട് നുണകൾ ഞാൻ മനഃപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ മെയിൻ സ്ട്രീം ചാനലുകൾ ഏത് നമ്മുടെ ചാനൽ എണ്ണന്മാർ ദിവസം മുഴുവൻ ചർച്ച ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലർ സംശയങ്ങളായും അല്ലാതെയും ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതില് പ്രധാന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം ഇപ്പൊ കുറെ കാലമായിട്ട് അറിയാലോ, ഉണ്ടായ വെറുതെ മുതൽ CPM-ന്റെ കയ്യിലായിരുന്നു എന്റെ ഭരണം. അതിപ്പോ BJP-യുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തതിന് യദു എന്ന ചെറുപ്പക്കാരൻ ഒരു സ്വാധീനമായിട്ടുണ്ടോ വോട്ടർമാരുടെ ഇടയിൽ എന്നൊരു ചോദ്യമാണ് വന്നത്. അങ്ങനെ ഒരു ചോദ്യം വരുന്നതിനൊരു കാരണമുണ്ട്. ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ പ്രശ്നത്തിൽ ഇടപെടുകയും വിവിധ രീതിയിലുള്ള സമരമുഖങ്ങൾ തുറക്കുകയും അതൊക്കെ വിജയിപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഞാൻ. എന്റെ ചാനൽ ഡിഫറെന്റ് ആംഗിൾസ് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അത് ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയും ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയും ഉണ്ടാക്കി അതിലൂടെ വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങൾ വിജയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സച്ചിൻ ദേവിന്റെ ഒരുപക്ഷെ മന്ത്രി സ്ഥാനം പോലും നഷ്ടപ്പെട്ടതെന്ന് പറയാം. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള കടന്നാക്രമണങ്ങളും ബുദ്ധിപൂർവമായ ചില നീക്കങ്ങളുമായിരുന്നു നടത്തിയിരുന്നത്. അതിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന നുണകളും കുറെ ഇതൊക്കെ ഉണ്ടല്ലോ. അതിനവർക്ക് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടി കൊടുത്തിരുന്നു. ഡിഫറെന്റ് ആംഗിൾസിലൂടെ പച്ച നുണകൾ 2 വീഡിയോകൾ ആ കാലത്ത് ഞാൻ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ആ നുണകൾ നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്തു. ഫലമായിട്ട് പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളെല്ലാം യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ കേരളത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. യദു സ്വാധീനമില്ല എന്നല്ല ഞാൻ പറയുന്നത്. യദു അത്രത്തോളം ഒരു ഇതാണ് എന്നവർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് സുപ്രധാനമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അവരെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നു. അതൊക്കെ സത്യമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളും അന്ന് ഞാൻ നടത്തിയിട്ടുള്ള ആ നീക്കമുണ്ടല്ലോ, ആ നീക്കവും ഇപ്പോൾ വന്നിട്ടുള്ള ചില സംഭവങ്ങളും ഒക്കെ ചിലർ വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറയാമെന്ന് കരുതുകയാണ്. അതിലൊന്ന് യദു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഭരണം പോകാൻ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് എന്റെ പക്ഷം. യദുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. യദുവിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ പ്രതിഫലിച്ചു എന്ന് പറയുന്ന വിധത്തിലൊരു പ്രതിഫലനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വളരെ കുറഞ്ഞ അളവിൽ കുറെ യദുവിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ ഓൺലൈൻ മേഖലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോർപ്പറേഷൻ വോട്ട് ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ളവരിൽ വളരെ ചെറിയ ഒരാൾക്കാർ മേയർ അങ്ങനെ ജയിച്ചു പോണ്ട, അല്ലെങ്കിൽ ഇവിടെ CPM വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് വോട്ട് മാറ്റി ചെയ്തവരുണ്ട്. പിന്നെ BJP-ക്ക് ഭരണം ഏൽപ്പിക്കാനാണോ യദുവിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള രണ്ടാമത്തെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരുന്നുണ്ട്. എന്റെ അഭിപ്രായം ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളികൾ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അന്നത്തെ മേയർ ആര്യയെയും MLA സച്ചിൻ ദേവിനെയും മറ്റുള്ളവരെയും CPM-നെയും ഒക്കെ അതിശക്തമായി എതിർത്തുകൊണ്ട് നിന്നവരായിരുന്നു. പക്ഷെ അവരെല്ലാവരും തിരുവനന്തപുരത്ത് വോട്ടർമാരാണ് എന്ന് നമ്മൾ കരുതരുത്. തിരുവനന്തപുരത്ത് വോട്ടർമാരിൽ വളരെ വിരലുണ്ടാകുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും കൂടി BJP-ക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷം തന്നെ വരുമായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രഗത്ഭനായ ഒരു നേതാവിന്റെ ചിട്ടയായ തീരുമാനവും നീക്കവും തന്നെയാണ്. എനിക്കിഷ്ടമാണ്. രാജീവ് ചന്ദ്രശേഖരന് ഇഷ്ടമാണ്, ശശി തരൂരിന് ഇഷ്ടമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമാണ്, ഷാഫി പറമ്പലിന് ഇഷ്ടമാണ്, മാത്യു കുഴൽനാടനെ ഒരു പരിധിവരെ ഇഷ്ടമാണ്. ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോൾ അത് കേട്ടു നിൽക്കാറില്ല, അത് വേണ്ടവിധം കൈകാര്യം ചെയ്യാറില്ല. അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ മൂപ്പര് മൈൻഡ് ചെയ്യാറില്ല. എന്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ പറയാമല്ലോ. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു എന്താ പറയാ, സാമ്പത്തിക അച്ചടക്കം, സർക്കാരിൽ നിന്ന് കാശടിച്ചു മാറ്റുന്ന ഒരാളല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷെ ഭരണപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പില്, ശശി തരൂർ, ഇങ്ങനെ കുറച്ച് പേരാണ്. അവരിലൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ട്. നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഷാഫി പറമ്പില് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അത് കേട്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. അതിനുശേഷം നമ്മളെ റഹീം സാഹിബ് പിന്നെ സംസാരിച്ചത് എങ്ങനെയാണെന്നുള്ളത് വൈറലായി കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിനിടയിൽ സാന്ദർഭിക വശം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും
BJP ഭരണം ഏൽപ്പിക്കാനൊന്നും വേണ്ടിയിട്ട് അന്നൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. യദു എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, അയാൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാരും ഈ സംവിധാനവും ചെയ്യുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമരങ്ങളായിരുന്നു. അതായത് യദുവിന് വേണ്ടി നടന്നുള്ള സമരങ്ങളായിരുന്നു. ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലൂടെ കുറെ ആൾക്കാരെ വരുത്തി. അതിൽ 2 ഭാഗങ്ങളും പുറത്ത് CPM അനുകൂലികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 1 ഭാഗങ്ങൾ മാത്രമാണ് യദുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, 10-600 പേരിൽ. അതിശക്തമായ വിമർശനവും തെരുവിളിയും അതിനകത്തൂടെ നടന്നു. പക്ഷെ എങ്കിലും അതിൽ നിന്ന് 10-20 പേരെ എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൽ തന്നെ ചിലരൊക്കെ കടന്നുകൂടിയിരുന്നു. അവരൊക്കെ പിന്നീട് നല്ല മുട്ടം പാണി തന്നിട്ടുമുണ്ട്. അതിലൊരു SDP കാരനുണ്ട്, കുറെ CPM കാരുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. വിശ്വസിച്ച് കൂടെ നിർത്തിയ ശേഷം അല്ല, കൂടെ കളിക്കുകയും ചെയ്യും, കുണ്ടി കിട്ടുന്നുള്ള ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. പിന്നീട് അവരൊക്കെ കളി കൂടുതൽ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഗ്രൂപ്പിലില്ലാതെ നമ്മളോട് ശക്തിയായി ഇറങ്ങാൻ കഴിയുന്ന ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഗ്രൂപ്പിന്റേതായ കോലത്തിലും നമ്മൾ നമ്മുടേതായ ലെവലിലും പിന്നെ കാര്യങ്ങൾ നടന്നത്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പോലും സമരങ്ങൾ നടന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ജില്ലയിലും സമരങ്ങൾ സംഘടിപ്പിക്കുക. സമരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. യദുവിന് നീതിയിൽ ഒരക്ഷരം മിണ്ടൂല. അത് മീഡിയകൾ കവറേജ് ചെയ്യും. ഇങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആരെങ്കിലും 1-2 പേര് അതിനുവേണ്ടി ഇറങ്ങും. അങ്ങനെ ഇറക്കുന്ന ഒരു കോർഡിനേഷനായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പത്രവാർത്തയുണ്ട്, ചാനൽ വാർത്തയുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിനൊരു ഒരു പ്രതിരോധ മണ്ഡലം തീർക്കേണ്ടി വരും. കാരണം യദു എന്നൊരു ചെറുപ്പക്കാരനോട്, സാധാരണക്കാരനാണ്, ഡ്രൈവറാണ്, പച്ച സാധുവായതുകൊണ്ട് ഒരു ഒരു ജനസപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് അത് CPM ഒരു ക്ഷീണവുമാണ്. അതുകൊണ്ട് ഈ വാർത്ത ദിനം വരുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അതായത് ഞാൻ ചെയ്തിരുന്നത്, ഡിഫറെന്റ് ആളുകൾ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ പ്രേക്ഷകരായിട്ടുള്ള ഇതിൽ സഹകരിക്കുന്ന ആൾക്കാർ, എറണാകുളത്ത് കുര്യനായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നത്. അദ്ദേഹത്തോട് ഇന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ആദ്യം ഒരു പ്ലക്കാർഡൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി നിന്നു. അത് വാർത്തയായി. പിന്നീട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും എല്ലായിടങ്ങളിലും മിക്കവാറും എല്ലാ ടൗണുകളിലും ഇത്തരത്തിൽ മനുഷ്യരുള്ള സമയത്ത് ഇത്തരത്തിൽ പ്രകടനങ്ങൾ നടന്നു. അതൊക്കെ ചാനലുകളും എല്ലാം വാർത്തയാക്കി. അവസാനം വെടിക്കെട്ടിന് കൊളുത്തി എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരത്തും ഒരു സെക്രട്ടേറിയറ്റ് നടക്കലും അതുപോലെ ഒരു പരിപാടി വെച്ചു. അതും മീഡിയകളെല്ലാം നല്ല ഒരു കവറേജ് തന്നു. അതോടുകൂടി ഇവർക്ക് ആകെ പിടുത്തമിട്ടു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് K. രാധാകൃഷ്ണൻ രാജിച്ചു പോയിരുന്നല്ലോ. അദ്ദേഹം MP ആയപ്പോഴത്തേക്ക് മന്ത്രിസ്ഥാനം രാജിക്കേണ്ടിയിരുന്നല്ലോ. അപ്പൊ അതില് ആ സ്ഥാനത്തേക്ക് മന്ത്രിയാകാൻ വേണ്ടിയിട്ട് സച്ചിൻ ദേവനെ അവർ തീരുമാനിച്ചിരുന്നു, CPM. സച്ചിൻ ദേവനെ തീരുമാനിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കൊടൂര തള്ളിക്കൊണ്ടിരുന്നത്. പെരുന്തള്ള്. ആ പെരുന്തള്ള് തള്ളിയപ്പോ ആ തള്ളലിൽ സച്ചിൻ ദേവന്റെ മന്ത്രിസ്ഥാനം അങ്ങോട്ട് ഒലിച്ചുപോയി എന്നതാണ് സത്യം. അങ്ങനെ ഒരു അടി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ആ തള്ളലിൽ ആ മന്ത്രിസ്ഥാനം ഒലിച്ച് പോയിട്ട് ആ മന്ത്രിസ്ഥാനം നേരെ കേളുവിൽ ചെന്ന് വീണു. അദ്ദേഹം മന്ത്രിയായിട്ട് കയറുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു അന്ന്, അതായത് നുണകൾ പ്രചരിപ്പിക്കുക. ഈ മന്ത്രിമാര് സകല നുണയും പറഞ്ഞുകൊണ്ട് നമ്മളെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥാനത്ത് ഒരു ചെറിയൊരു നുണ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ യദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന വിധത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നില്ല, മോശമാണെന്നത് കൊണ്ടാണ്. കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ കുറെ ആഘോഷിച്ചല്ലേ, അവരെ ഞാൻ മാനം കെടുത്തുന്നില്ല. 2 നുണകൾ ഞാൻ എൻ്റെ ചാനലിലെ 2 വ്യത്യസ്ത ദിവസങ്ങളായി ഞാൻ ഇറക്കി വിട്ടു. യദുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. ആ 2 കാര്യങ്ങളും അന്ന് യദുവിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നതും ഈ സമരത്തിന്റെ കോർഡിനേഷനും ഒക്കെ ഞാനായിരുന്നത് കൊണ്ട് എന്റെ ചാനൽ ഫോളോ ചെയ്തിരുന്നുള്ള സത്യ. ആ ഗ്രൂപ്പിൽ എല്ലാ പത്രക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും, ചിലരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ അടുത്ത ലക്ഷ്യത്തെക്കുറിച്ചും ഇപ്പോഴത്തെ കുറിച്ചും ഒക്കെ എന്നോട് വിളിച്ച് ചോദിക്കുകയോ ചെയ്തിരുന്നു. ഞാൻ പൊടുപ്പും നിങ്ങളും വെച്ച് നല്ലവണ്ണം അങ്ങോട്ട് അടിച്ചുവിടുകയും ചെയ്തിരുന്നു. ആ അടിച്ചുവിട്ടതൊക്കെ പിന്നെ ചാനലിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. പോരാത്തതിന് 2 വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് പച്ച നുണ കൊണ്ട് പറഞ്ഞു വിട്ടത് ചാനലുകൾ, നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഓരോ ദിവസം മുഴുവൻ ചർച്ച ചെയ്തു. ആ നുണയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ചാനലുകൾ പറയുന്ന എല്ലാം നുണയാണ്. ഒരു വെരിഫിക്കേഷൻ നടത്താതെ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ വിടലം കൊണ്ട് വിട്ടതാണ് എന്ന് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞ പച്ച നുണ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവർ ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കുറെ നുണകൾ, അങ്ങനെ 2 നുണകൾ ഞാൻ ഇറക്കി വിട്ടിരുന്നു.
ആ ചാനൽ ചർച്ചകൾ കൊടൂരമായി ചർച്ച ചെയ്തതുകൊണ്ട് കൂടിയാണ് സച്ചിൻ ദേവ് പാവത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയത്. പിന്നീട് ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ആ ചോദ്യത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. യദുവിന് ജോലി കൊടുക്കാൻ പറയുമോ? നമുക്കറിയാലോ യദുവിന് ജോലി നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം. ഇനി അത് വിശദീകരിച്ചുകൊണ്ട് കുളവാക്കുന്നില്ല. ഏതായാലും ഒരു മേയറാണ് അയാളുടെ കഞ്ഞുകൂടി മുട്ടിച്ചത്, അയാളുടെ കുടുംബത്തിന്റെ വരുമാനം മുട്ടിച്ചത്. ഇന്ന് പണിയില്ലാതെ അങ്ങോട്ട് നടക്കുകയാണ്. പെർമനന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബസ്സിൽ ജോലി കൊടുക്കുമെന്ന് ആരും കരുതണ്ട. കാരണം അവിടെ ചെന്ന് CPM പ്രശ്നം ഉണ്ടാക്കും, നേതാക്കന്മാരെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ആ ബസ്സിന്റെ പെർമിറ്റിനെ മറ്റും അത് ബാധിക്കും, സർവീസിനെ ബാധിക്കും എന്നതുകൊണ്ട് അയാൾക്ക് സ്ഥിരമായി ജോലി ആരും കൊടുക്കുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു ലീവ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തേക്കൊക്കെ അയാൾ അത്തരത്തിൽ പോയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനുമായിട്ടിപ്പോ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല. പിന്നെ യദുവിന് കോർപ്പറേഷനിൽ ഏതെങ്കിലും തരത്തിലൊരു ജോലിയോ അല്ലെങ്കിൽ മേയർ ഡ്രൈവറായിട്ടോ മറ്റോ കൊടുക്കാൻ ശുപാർശ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ശുപാർശ ചെയ്യില്ല എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യദുവിന് എനിക്ക് അറിയില്ല എന്നതാണ്. യദു എന്ന ചെറുപ്പക്കാരനോട് മേയർ കാണിച്ചിട്ടുള്ള നീതികേട് എനിക്കറിയുള്ളൂ. അത് നീതികേടാണെന്നും അത് ശരിയല്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് ഞാൻ. കാരണം അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുവേണ്ടി യദു എന്ന ഒരു ചെറുപ്പക്കാരനെ അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. യദു ഒരു പ്രതീകമാണ്. CPMന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ശത്രുപക്ഷത്തെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രുവിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ അവർക്കെതിരെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ അത് ആരായാലും, അത് സ്വന്തം പാർട്ടിയിലുള്ളവരായാലും സ്വന്തം കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും ആരായാലും അവരെ മുച്ചൂടി നശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇവിടെ യദുവിന്റെ അടുത്ത് എടുത്തത്. യദുവിനെ അന്ന് നശിപ്പിച്ച് നാരായണക്കല്ലടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ യദു ഞാൻ പറഞ്ഞ രീതിയിലുള്ള അനേക ചെറുപ്പക്കാരിൽ ഒരാളാണ്, ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തിന് ഒരു നീതി വാങ്ങാൻ വേണ്ടി ഒരു സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലൊക്കെ തുറന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് യദു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എങ്കിലും ആ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ യദുവാണ് ശരി എന്നതുകൊണ്ട് യദുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോകൾ ചെയ്തു, സമരങ്ങൾ നടത്തി, അതിൽ വിജയിച്ചു. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഈ മേയർ സ്ഥാനത്ത് നിന്ന് ആര്യ രാജേന്ദ്രൻ പുറത്ത് പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി അവർക്ക് എവിടെയും മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സച്ചിൻ ദേവിന് ഇനി MLA ആയിട്ട് മത്സരിക്കാൻ പറ്റുമോ? ആര്യ രാജേന്ദ്രൻ ഇനി മേയറായിട്ടോ അല്ലെങ്കിൽ MLA ആയിട്ടോ വേറെ എവിടെയെങ്കിലും മത്സരിക്കാൻ പറ്റുമോ? പറ്റില്ല. എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടാകാൻ പാകത്തിനുള്ള ചില ഇടപാടുകൾ നടത്താൻ എനിക്ക് സാധിച്ചു എന്നതാണ് അതിലൊരു കാര്യം. അത് യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്തതാ. ഒരു ഭരണകൂടം ഒരു തന്റെ ഒരു പ്രജയെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പ്രജയ്ക്കൊപ്പം ചേർന്ന് നിന്നു. അതിനർത്ഥം യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രവും ഭൂമിശാസ്ത്രം മുഴുവൻ പഠിച്ചു എന്നല്ല. ഇപ്പോഴും യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പൂർണ്ണമായ ചരിത്രം എനിക്ക് അറിയില്ല. അയാള് നല്ലവനാണോ, ഇനി ഇവരെല്ലാവരും പറയുന്ന പോലെ വെടക്കാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. ആ നടന്ന സംഭവത്തിന്റെ നിജസ്ഥിതി മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എന്റെ സ്വഭാവം അതാണ്. പ്രസന്റിൽ ആ നടക്കുന്ന കാര്യം ശരിയോ തെറ്റോ അതിനെക്കുറിച്ചാണ് സംസാരിക്കാറ്. യദു എന്ന ചെറുപ്പക്കാരന് ഒരു കോർപ്പറേഷൻ ജോലി ലഭിക്കാൻ അർഹത ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ള മതിയായ യോഗ്യത അയാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ അയാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ജോലി കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു ആവശ്യം, ഒരു ആഗ്രഹം. ഇനി അതല്ല, അത്തരത്തിലുള്ള സ്വഭാവ ഗുണമോ മറ്റു കാര്യങ്ങളോ അയാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിൽ എനിക്ക് പറയാൻ പറ്റും. സത്യസന്ധമായ എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ യദു എന്നല്ല, ആര് തന്നെ ആയിരുന്നാലും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആര് തന്നെ ആയിരുന്നാലും അവർക്ക് വേണ്ടി എന്റെ നാവ് ശബ്ദിച്ചുകൊണ്ടിരിക്കും. അത് അന്ന് ശബ്ദിക്കുന്നുണ്ട്, ഇന്നും ശബ്ദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ശബ്ദത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകൾ പറയാൻ ആർക്ക് വേണ്ടി ശബ്ദിച്ചോ അവര് പോലും നമ്മളെ സഹായിക്കുന്നില്ല എന്നതുകൊണ്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്. നോക്കിക്കൊണ്ട് മാത്രമേ ഇപ്പൊ ശബ്ദിക്കുന്നുള്ളൂ. ഏതായാലും ഒരു കാര്യം പറയാം, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പൊ എല്ലാം കൈയോടെ കിട്ടും. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവസ്ഥ. തന്റെ സ്ഥാനത്ത്, മേയർ എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അഹങ്കരിച്ചതിന്റെ ഫലം ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലിശ സഹിതം. ഇതിവിടെ ഒന്നും തീരൂല. ഒരു ചെറിയൊരു കുട്ടിയുടെയും യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്നം മുട്ടിച്ചതിന്റെയും അവന്റെ അമ്മയുടെയും ഒക്കെ ശാപം ഉണ്ടല്ലോ. ആ ശാപത്തിന് മറുപടി പറയാതെ ഇവർക്കൊന്നും കടന്നു പോകാൻ കഴിയില്ല. അവരെത്ര നേതാക്കന്മാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത് വാസ്തവമാണ്. അത് ആര് തന്നെ എതിർത്ത് കഴിഞ്ഞാലും ആരെയൊക്കെ തള്ളി പറഞ്ഞാലും അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കും എന്നതും വാസ്തവമാണ്. Different angles. Don't forget to subscribe and support this channel.